നമസ്കാരം. ഞാൻ വീണ്ടും മലയാള സിനിമയിലെ സംവിധായകനെക്കുറിച്ച് ഇന്ന് ഞാൻ വീണ്ടും കുറ്റം പറയുകയാണ്. ഞാൻ ഇന്നവർക്കൊരു ആക്ട്രസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ ഈ സംവിധായകർ എന്ത് വേണ്ട വിധത്തിൽ നല്ല കഴിവുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു സംശയം. അതായത് അന്ന് ഞാനൊരു ആക്ട്രസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു സ്റ്റണ്ട് മാസ്റ്റർ. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മലയാള സിനിമയിൽ ഒരു പേര് കേട്ടാൽ നമ്മൾ കൈയടിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ സിനിമ സ്റ്റണ്ട് ത്യാഗരാജൻ എന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര കൈയടിയാണ്. എത്രയോ വർഷം അദ്ദേഹത്തിൻ്റെ പേരാണ് നിറഞ്ഞു നിന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കാലം പോകുന്തോറും മാഫിയ ശശി, എന്തോ പുലിമുരുകനിൽ ചെയ്ത പീറ്റർ ഹെയ്ൻ, ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ. പക്ഷെ നല്ല കഴിവുള്ള സ്റ്റണ്ട് മാസ്റ്റേഴ്സിനെ ഇനിയും അവതരിപ്പിച്ചിട്ടില്ല, മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതിന് അവർക്കൊക്കെ അവസരം കൊടുക്കണം. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സുമൊക്കെ അതൊക്കെ തയ്യാറാകണം. കാരണം ഇത്രയും കഴിവുള്ളവർ പുറത്ത് നിൽക്കുമ്പോൾ അത് അറിഞ്ഞ് ചെയ്യണ്ടേ. അവരെടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അത്ര ശരിയായി വരുന്നില്ല സ്വന്തം കഴിവുകളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് പറയുന്നത് ഈ അടുത്ത സമയത്ത് ഒരു സ്റ്റണ്ട് സിനിമയുണ്ട്, യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം മാനവീയം വീതി സ്റ്റണ്ട് മാസ്റ്റർ ഒരു ലേഡിയാണ് കേട്ടോ. അതൊരു പ്രത്യേകതയുണ്ട്. ഒരു ചെറുപ്പക്കാരനും പൊരിഞ്ഞ അടി രാത്രി. അടിയെന്ന് വെച്ചാൽ ഉഗ്രൻ അടി. അത് കാണേണ്ടത് തന്നെ കേട്ടോ. പക്ഷെ നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു സ്ത്രീയും പുരുഷനും അടി കൂടിയാൽ ആര് ജയിക്കും? നമ്മൾ വിചാരിക്കും പുരുഷനല്ലേ ആര് വയ്ക്കും, പുരുഷൻ ജയിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അതായത് ആ ചെറുപ്പക്കാരൻ അടിയിലായിപ്പോയി. ഈ സ്ത്രീ പുറത്ത് കയറി ഇരുന്നുകൊണ്ട് അടിക്കാൻ അയാളെ ചവിട്ടി തള്ളിയിട്ട് ഭയങ്കര രസമാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, ഭയങ്കര രസമാണ് കാണാൻ. അയാൾ കിടന്ന് വിളിക്കുന്നുണ്ട്. ഈ വേറൊരു കാര്യം ഞാൻ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഈ സ്റ്റണ്ടിൻ്റെ ഇടയിൽ ആ ലേഡി ചെറുപ്പക്കാരിയാണ് കേട്ടോ, എൻ്റെയൊക്കെ അമ്മയുടെ പ്രായം വരുള്ളൂ. ഒരു കൈയുണ്ട്, അവൻ്റെ കിടുമാണി പിടിച്ചൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ വേദന കൊണ്ട് നിലവിളിക്കുന്നു. നോക്കണേ. പക്ഷേ സിനിമാ സംവിധായകർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലുള്ള കുട്ടികളെ സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ അവർക്ക് വേറൊരു മരുന്നും കൂടെ കൊടുക്കണം. ഈ MDMA അങ്ങനെ എന്തൊക്കെയുള്ള മയക്കുമരുന്നുകൾ കൂടെ കൊടുത്താലേ ഇവർക്ക് എനർജി വരുള്ളൂ. കാലത്തിൻ്റെ ഒരു പോക്ക് നോക്കിയോണേ. നമുക്കെല്ലാവർക്കും വീട്ടിൽ പെൺമക്കളുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ ആണ് ഇതൊന്നും എങ്ങനെ സംഭവിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞു, അവൾ മാന്യമായിട്ട് ജീവിക്കുന്നു. അപ്പം എന്തോന്ന് പറയാൻ, ഇതൊക്കെ വീട്ടുകാരുടെ കുഴപ്പമില്ലേ? മയക്കുമരുന്നും കഴിച്ചിട്ട് രാത്രി വന്ന് അടിയും പിടിയും. ഇത് കണ്ട് രസിക്കാൻ കുറയണം. എന്നാൽ ഇവരെല്ലാം കൂടെ ഒരേ കമ്പടത്ത് രണ്ടെണ്ണം കൊടുത്ത് പിടിച്ചു മാറ്റണ്ടേ? എല്ലാത്തിനും പേടിയായി എന്താണെന്നറിയില്ല, അത് കണ്ട് രസിക്കാൻ വീഡിയോ എടുത്ത് അങ്ങ് വൈറലാക്കുന്നു. വളർത്തു ദോഷം എന്നേ ഞാൻ പറയൂ, അല്ലാതെ എന്താണ് പറയേണ്ടത്? രക്ഷകർത്താക്കൾക്ക് രാത്രി വരെ മക്കൾ എവിടെ പോകണമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ ഈ ട്രിവാൻഡ്രത്തുള്ളവരായിരിക്കില്ല, ഇവിടെ വന്ന് താമസിച്ച് പഠിക്കുന്നതോ ജോലിയിലോ ഉള്ളതൊക്കെ ആയിരിക്കാം. എന്നാലും രക്ഷകർത്താക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്തോന്നാണിത്? കാലത്തിൻ്റെ ഒരു പോക്കെ. എൻ്റെ അപ്പൂപ്പനൊക്കെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറിയ പ്രായമായിരുന്നപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഇപ്പം എന്തെങ്കിലും കുസൃതിത്തരങ്ങൾ കാണിച്ച വഴക്ക് പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട്. ഞാൻ തിരുവനന്തപുരം സിറ്റി ജനിച്ച് വളർന്നതാണെങ്കിലും എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ സ്ഥലമൊക്കെ വന്നിട്ട് നെയ്യാറ്റിങ്കര ഭാഗത്താണ്. അപ്പോൾ അവരുടെയൊക്കെ സംസാരം രസമാണോ? എന്തെങ്കിലും ചേർത്ത് ചെറുക്ക കാലവാരി തൂക്കി തറലടിച്ചു കളി എന്നൊക്കെ പറയും. ശരിക്കും അത് കാലേ വാരി തൂക്കി അടിക്കുമെന്നാണ്, നിലത്തടിക്കുമെന്നാണ് പറയുന്നത്. അവർ കൊളോക്കിയലായിട്ട് അങ്ങനെ പറയുന്നതാണ്. അതൊക്കെ വേണം ഇവിടെ ചെയ്യാൻ രക്ഷകർത്താക്കൾ. അല്ലാതെ ഞാൻ അത് കണ്ടിട്ട് ഒരു വല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
രക്ഷകർത്താക്കൾ, നിങ്ങൾ പെൺകുട്ടികളെ എന്തിനാണ് ഇങ്ങനെ വളർത്തി വിടുന്നത്? മുമ്പൊരിക്കലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അത് എവിടെയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയായിട്ടുള്ളൊരു വിഷയമാണ്, ഒരു 10-25 വർഷത്തിന് മുമ്പ്. അപ്പോൾ അതിൽ ഓപ്പോസിറ്റുള്ള രക്ഷകർത്താവ് ചോദിക്കാൻ വന്നപ്പം പറയുന്നുണ്ടായിരുന്നു, എതിരെ നിന്ന ഒരു അധ്യാപകൻ പറയുന്നുണ്ടായിരുന്നു, ഇത് പെൺകുട്ടികളെ മക്കളെ ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, വളർത്താനും കൂടെ പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ലേ? വളർത്താനും പഠിക്കണം. മക്കളെ അങ്ങ് ഇഷ്ടത്തിനൊത്ത് എന്തോന്നാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്. നിങ്ങൾ ഓരോന്നും ചിന്തിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണ്? നമ്മളങ്ങനെ ആ രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ സാമ്പത്തികം ഇഷ്ടം പോലെ മക്കളുടെ ഇഷ്ടത്തിനൊത്ത് അങ്ങ് വിടും. എല്ലാവരും പറയുന്നതാണ് കാലത്തിനൊരു മാറ്റമൊന്നും. എന്തോന്ന് മാറ്റം? റോഡിൽ കിടന്ന് അടിയും പിടിയും കൂടുന്നതാണ് മാറ്റം. ഇത് ആ കണ്ടു നിന്ന ആൾക്കാർ ഒരു നാടൻ ഭാഷയും പറഞ്ഞ പച്ച മടലത് ചന്തി നോക്കി രണ്ടെണ്ണം കൊടുത്ത് രണ്ടിടത്തിനും പറഞ്ഞു വിടണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഞാനൊരു ക്രിമിനൽ ഇത് പറയുന്നതല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പരമ കഷ്ടം, ദയനീയമായ. ആ വീഡിയോ കാണുമ്പോൾ ദയനീയമായി തോന്നുന്നു. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് രക്ഷകർത്താക്കളുടെ വളർത്തു ദോഷമെന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മൾ മക്കളെ വിടുമ്പോൾ, പഠിക്കാനും അല്ലെങ്കിൽ എന്തിനൊക്കെ വിടുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ മാറ്റം പ്രത്യേകിച്ചുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ എപ്പോഴും അവരിൽ വേണം. അവർ മുതിർന്നു, സ്വന്തം കാര്യം തീരുമാനിക്കാറായി, 10-25 വയസ്സായി, അവർക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇഷ്ടത്തിന് വിട്ടാലേ ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും. റോഡിൽ കിടന്ന് രാത്രി ആ സമയത്ത് ഇപ്പം പിന്നെ ഇവിടെ പറയണ്ടല്ലോ, മാനവീയം വീതിയിൽ ഏത് അർദ്ധരാത്രി വന്നിരിക്കാം, ആർക്ക് വേണോ വന്നിരിക്കാം. എന്തു പറയാൻ? പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇത് അഭിപ്രായം പറഞ്ഞപ്പോൾ പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഒതുക്കമൊക്കെ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൺകുട്ടിയൊക്കെ എത്ര അർദ്ധരാത്രിക്ക് പുറത്തു പോകാമോ? പെൺകുട്ടിക്ക് എന്ത് പൊയ്ക്കൂടെ? ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങോട്ട് ചോദിക്കുന്നത്. സമത്വം എന്നാണ് പറയുന്നത്. എന്ത് സമത്വം? എന്തോന്ന് സമത്വം? എത്ര കാലം പുരോഗമിച്ചതാണ് ശരി. സ്ത്രീകൾ ഒറ്റയ്ക്ക് അസമയത്തിൽ പോകുമ്പോൾ ആരായാലും ഒന്ന് ശ്രദ്ധിക്കും. ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ, എന്തൊക്കെ സമത്വം വന്നിരുന്നാലും, എന്തൊക്കെ പ്രൊട്ടക്ഷൻ വന്നിരുന്നാലും അങ്ങനെയാണ് സമൂഹം. എല്ലാവരെയും കണ്ണൂർ നെഗറ്റീവായിട്ട് നോക്കും. നമ്മുടെ മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ നെഗറ്റീവായിട്ട് നമുക്ക് നോക്കില്ല എന്ന് ചിന്തിക്കാൻ പറ്റുമോ? എല്ലാവരും നോക്കും. ഈ അസമയത്ത് എന്തിനാണ് ഈ കുട്ടി ഇതൊഴി പോയത്, അല്ലെങ്കിൽ ഈ സ്ത്രീ ഇതൊഴി പോകുന്നത് ചിന്തിക്കും. അവർ ചിലപ്പം നല്ല കാര്യത്തിനായിരിക്കാം പോകുന്നത്. കാലം എത്രയൊക്കെ വളർച്ച വന്നിരുന്നാലും മാറ്റം വന്നിരുന്നാലും ഇങ്ങനെയുള്ള ചിന്താഗതിക്കൊന്നും ഒരു മാറ്റവും വരുന്നില്ല. നമ്മുടെ ഡേ ടു ഡേ ഇവിടെ എല്ലാം കാണുന്നതല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടിയുടെ ഈ സാഹസ, ഈ അടിയെക്കുറിച്ച്, മല്ലയുദ്ധത്തിനെ കുറിച്ച്. എന്താണ് ഇങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കണ്ടു നിന്ന ആൾക്കാർ ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ച് ഓരോ അടി കൊടുത്ത് വിട്ടിരുന്നെങ്കിലും ഒന്നും ചെയ്യില്ല. അതൊക്കെ അങ്ങ് പോവും. മയക്കുമരുന്നില്ല, കെട്ടുവിടും, എല്ലാം വിടും. ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇനി പഴഞ്ചനായി പോയതുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നെ. ഇത് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്, എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും തോന്നാം. പക്ഷെ എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ശരി അല്ല തന്നെ. രക്ഷകർത്താക്കളെ, നിങ്ങൾ ചിന്തിക്കൂ. മക്കളെ പൂർണ്ണമായിട്ടും ഒന്നും വിശ്വസിക്കരുത്. വിശ്വസിക്കണം. അവരുടെ പോക്കുകൾ ശരിയാണോ എന്ന് നമ്മളൊരു കണ്ണ് എപ്പോഴും അവരിലുണ്ടായിരിക്കണം. ഞാൻ ഈ പറയുന്നത് തെറ്റോ ശരിയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ.